ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്, എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, നമ്മുടെ മാവ് പൂക്കാൻ ഇപ്പോൾ ഒരുപാട് താമസിച്ചാണ് പൂത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാവ് പൂത്തു എന്ന് മാത്രമേ ഉള്ളൂ, മാവിൻ്റെ പൂക്കളും അതുപോലെ തന്നെ കുഞ്ഞുണ്ണിമാങ്ങകളുമൊക്കെ കരിഞ്ഞു പോകുന്ന അവസ്ഥയും പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയുമാണ് കണ്ടുവരുന്നത്. കാരണം ഇത്തവണ നമ്മളെ മഴ ഒരു വല്ലാത്ത കളിയാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസംബർ മാസത്തിനും ജനുവരിയിലും വരെ നമുക്ക് മഴ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ മാസങ്ങളിൽ മഴ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ മാവിൻ്റെ ചുവട് ഭാഗത്ത് കിട്ടുന്ന ഒരു ചൂട് അത് കിട്ടാത്തത് കൊണ്ട് തന്നെ മാവ് പൂക്കാനായിട്ട് ഒരുപാട് വൈകി. സാധാരണ ഈ സമയങ്ങളിൽ നമ്മുടെ മാവുകളിലൊക്കെ മാങ്ങ ധാരാളം കാണേണ്ടതാണ്. അതായത് നമ്മുടെ മാവുകളെല്ലാം ഇപ്പോൾ മാങ്ങ കാച്ചു നിൽക്കേണ്ട സമയമാണ്. എന്നാൽ ഈ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം മൂലം നമ്മുടെ മാവുകൾ ഇപ്പോൾ പൂത്തു തുടങ്ങുന്നതും അതുപോലെ തന്നെ പൂക്കളായി നിൽക്കുന്നതുമേ ഉള്ളൂ. അപ്പോൾ ഈ കാലാവസ്ഥയിൽ വന്ന മാറ്റം മൂലം നമ്മുടെ മാവുകൾ പൂക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു വ്യത്യാസമെന്ന് പറയുന്ന, പകല് നല്ല ചൂടും അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ചെറിയ തണുപ്പും വരും. ഇങ്ങനെ വരുമ്പോൾ ഫംഗൽ അറ്റാക്ക് കൂടുതലുമാണ്, അതുപോലെ തന്നെ മാമ്പൂ പൊഴിച്ചിലും കൂടുതലാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ കാർബൺ നൈട്രജൻ അനുപാതത്തിൽ മാറ്റം വരുമ്പോഴാണ് മാവ് പൂക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാവിനൊരു സ്ട്രെസ്സ് കൊടുക്കുന്നത്. അതായത് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്ന ആ പരിപാടി അവിടെ നിർത്തും. അപ്പോൾ നല്ല ചൂടും കൂടി മാവിന് കിട്ടുമ്പോൾ ഈ കാർബൺ നൈട്രജൻ അനുപാതത്തിൽ സ്വാഭാവികമായിട്ടും വ്യത്യാസം വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മാവ് പൂക്കാൻ തുടങ്ങുന്നത്. എന്നാൽ ഈ മാവ് പൂക്കുന്നത് വരെ നമ്മൾ മാവിൻ്റെ ചുവട് ഭാഗം നനയ്ക്കാൻ പാടില്ല. മാവ് പൂത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മാവിന് നല്ല നന കൊടുക്കണം. അതായത് പൂക്കൾ വന്ന് കണ്ണിമാങ്ങയൊക്കെ പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മാവിന് ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കണം. നന കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാ നന കൊടുത്താൽ പോരാ, തടം തുറന്ന് ആ തടത്തിലേക്ക് വെള്ളം നല്ലതുപോലെ നിർത്തി താരത്തക്ക വിധത്തിൽ തന്നെ നനവ് കൊടുക്കണം. അതായത് നമ്മൾ കൊടുത്ത ജൈവവളങ്ങൾ, അതായത് കാഷ്ടം, കോഴിവളം, അതുപോലെ തന്നെ ചാണകപ്പൊടി എന്നിവയൊക്കെ കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഇനി രാസവളമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ചെടിയുടെ ചുവട്ടിൽ കാണും. എന്നാൽ ഇതൊക്കെ നല്ലതുപോലെ ചെടി വലിച്ചെടുത്ത് ചെടിക്ക് നല്ല ആരോഗ്യത്തോടെ പൂവിട്ട് നല്ല വലിപ്പമുള്ള കാകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെടിയുടെ ചുവട് ഭാഗത്ത് നമ്മൾ ചെടി പൂക്കാൻ തുടങ്ങിയ വെള്ളം കൊടുക്കണം. അതായത് നല്ല നനവ് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് കാണുന്ന ഒരു ദോഷവശം എന്ന് പറയുന്നത്, നമുക്ക് തോന്നുന്ന സമയത്തായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചിലപ്പോൾ 10 മണിക്കായിരിക്കും, ചിലപ്പോൾ 7 മണിക്കായിരിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നനച്ചു കൊടുക്കാൻ പാടില്ല. അതായത് നമ്മൾ ഒരു സമയം കണ്ടെത്തുക. ഏറ്റവും നല്ല സമയമെന്ന് പറയുന്ന വൈകിട്ട് സമയങ്ങളിലാണ്. വൈകുന്നേരം തന്നെ മാവ് നനച്ചു കൊടുക്കാൻ നോക്കണം. അങ്ങനെ വരുമ്പോൾ ഈ ചുവട് ഭാഗത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ജലത്തിൻ്റെ ആ നനവ് നേരം വെളുക്കുന്നത് വരെ കാണും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാവിന് നല്ല ചുവട് ഭാഗത്ത് നല്ല തണുപ്പ് കിട്ടുകയും അതുപോലെ തന്നെ മാവിൻ്റെ ഉണ്ണിമാങ്ങയും അതുപോലെ തന്നെ മാമ്പൂവും പിടിച്ചു വരുന്ന മാമ്പുകൾ പൊടിഞ്ഞു പോകാതെ കരിഞ്ഞു പോകാതെ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മാവിന് നല്ല നന കൊടുത്താൽ മാത്രം പോരാ, മാവിൻ്റെ ചുവട് ഭാഗത്ത് നല്ല പൊതയും ഇട്ട് കൊടുക്കണം. അതിന് കരിയിലയോ പച്ചിലയോ ഒക്കെ പൊഴുത് നമുക്ക് പൊതയിട്ട് കൊടുക്കാം. കാരണം നനച്ചാൽ മാത്രം പോരാ, അവിടെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വെള്ളം ഓപ്പറേറ്റീവ് ലൂസ്, അതായത് ബാഷ്പീകരണ ലൂസ് കുറയ്ക്കണമെങ്കിൽ മാവിൻ്റെ ചുവട്ടിൽ നിർബന്ധമായും പൊതയിട്ട് കൊടുക്കണം. ഇതിനായി നമ്മളെ മാവിൽ നിന്നും പൊഴിയുന്ന മാവിൻ കരിയില തന്നെ നമുക്ക് പൊതയ്ക്കായിട്ട് ഉപയോഗിക്കാം. ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ പൊതിക്കുന്ന സമയത്ത് ഈ ചകിരി കിട്ടുമല്ലോ, ആ തൊണ്ടെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ മാവിന് ചുറ്റാകെ കമത്തി വെച്ച് കൊടുത്താലും മതി. ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് മാവിൻ്റെ ചുവട്ടിൽ വരുന്ന ആ നനവ്, അതായത് ആ ഈർപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാവിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഉണ്ണിമാങ്ങകൾ എടുത്ത ശേഷം അതിൽ കറുത്ത ഒരു പൊട്ടുപോലൊരു അടയാളം കാണുന്നു എന്നുണ്ടെന്ന് നോക്കണം. അതായത് മാവിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന മാങ്ങയുടെ ഞെട്ടിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് കറുത്ത പാടുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങയിൽ ഈ ഫംഗൽ അറ്റാക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം.
ഇങ്ങനെ ഒരു ലക്ഷണം നമ്മളെ മാവിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന മാങ്ങകളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു 250 ഗ്രാം സൂഡോമോണസ് എടുക്കുക. അതിനെ 750 മില്ലി വെള്ളത്തിൽ നല്ലതുപോലെ കലക്കിയതിന് ശേഷം മാവിലേക്ക് കുടഞ്ഞു കൊടുക്കാനോ സ്പ്രേ ചെയ്ത് കൊടുക്കാനോ പറ്റുന്ന പൊക്കത്തിലുള്ള മാവാണെങ്കിൽ മാവിൽ ഫുള്ള് പുടഞ്ഞു കൊടുക്കുക, അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി വളരെ പൊക്കമുള്ള മാവാണെങ്കിൽ അതിൻ്റെ തടം നമ്മൾ നനച്ചിരിക്കുന്ന ഭാഗത്ത് ഈ സൂഡോമോണസ് ലായനി ഒന്ന് നല്ലതുപോലെ കുതിർത്ത് നനച്ചു കൊടുക്കുക. ഈ അളവ് ഞാൻ പറഞ്ഞത് ഒരു വലിയ മാവുകളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമാണ്. ഇനി കുഞ്ഞു മാവുകളാണെങ്കിൽ നമുക്ക് 20 ഗ്രാം സൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ മാവിൻ്റെ തളിരിലകളിലേക്കും അതുപോലെ തന്നെ പൂക്കളിലേക്കും തണ്ടുകളിലേക്കും ചെല്ലത്തക്ക വിധത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചുവട് ഭാഗം നനച്ചു കൊടുക്കുക. വലിയ മാവുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാൻ മാത്രമേ പറ്റൂ, അത് പ്രാവർത്തികമല്ല. അതുകൊണ്ടാണ് ചുവട് ഭാഗത്ത് നനച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാവ് പൂവിടാനും കായാവാനും പൂക്കൾ പൊഴിഞ്ഞു പോകാതെ സംരക്ഷിക്കാനും മാവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ നാപ്സിലിൻ അസിഡിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ സാധനം നമുക്ക് കെമിക്കൽ രൂപത്തിൽ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊന്നും വാങ്ങിക്കാൻ പോകാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഒരു 20 ഗ്രാം സൂഡോമോണസ് എടുക്കുക. അതുപോലെ തന്നെ ഒരു 10 ഗ്രാം ശർക്കരയും എടുക്കുക, പ്ലസ് 1 ലിറ്റർ വെള്ളവും എടുക്കുക. ഇത് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ കുഞ്ഞു മാവുകളാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവിൻ്റെ പൂക്കൾ പൊഴിഞ്ഞു പോകാതെ മാങ്ങയായി മാറും. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നാപ്സിലിൻ അസിഡിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആ കെമിക്കൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി മാവിൽ അടിച്ചു കൊടുക്കുന്ന രീതിയാണ് ഈ പറഞ്ഞത്. ഇത് നമുക്കൊരു 15 ദിവസത്തിലൊരിക്കൽ, അതായത് 2 ആഴ്ചയിലൊരിക്കൽ എന്ന അളവിൽ നമ്മുടെ മാവ് നല്ലതുപോലെ കുളിക്കത്തക്ക വിധത്തിൽ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു കുഞ്ഞുമാവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ് ഇന്ന് പറഞ്ഞത്. അതായത് ഒരു 10 അടി പൊക്കം വരെയുള്ള മാവുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നമ്മുടെ മാവിലെ മാമ്പൂ പൊഴിയുന്ന ഒരവസ്ഥ കൂടുതലായിരിക്കും. കാലാവസ്ഥ നമ്മുടെ ഫംഗൽ അറ്റാക്കിന് കൂടുതൽ കാരണമാകുന്ന സമയത്താണ് ഇത്തവണ നമ്മുടെ മാവ് പൂത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാമ്പൂ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുകയും ഉണ്ണിമാങ്ങ പിടിച്ചു കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയും കാണാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂഡോമോണസും ശർക്കരയും ചേർത്തുള്ള പ്രയോഗം നമ്മൾ 15 ദിവസം കൂടുന്ന സമയങ്ങളിൽ മാവുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ മാമ്പൂ പൊഴിച്ചിൽ നമുക്ക് പൂർണ്ണമായും കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൂഡോമോണസിന് മാവുകളെ പുഷ്പിക്കാനുള്ള ഒരു ഹോർമോൺ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതായത് ഇൻഡോൾ ബ്യൂട്രിക് ആസിഡും ജബർലിക് ആസിഡും തുടങ്ങിയ സംഭവങ്ങൾ നമ്മുടെ സൂഡോമോണസ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള ഹോർമോൺസ് പൂക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടും. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയിൽ ധാരാളം ന്യൂട്രിയൻസും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും കൂടുതലാണ്. ഇതൊക്കെ നമ്മുടെ മാങ്ങയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ ഇതുപോലെ നന കൊടുത്തതിന് ശേഷം കുറച്ച് പൊട്ടാഷും കുറച്ച് ജൈവവളങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ കൊടുത്താൽ നമ്മുടെ മാങ്ങയ്ക്ക് നല്ല വലിപ്പം ഉണ്ടാവുകയും നല്ല ന്യൂട്രിയൻ കണ്ടൻറ്റുള്ള മാങ്ങയായി കിട്ടുകയും ചെയ്യും. നമ്മൾ വളർത്തുന്ന മാവിലെ മാങ്ങ പൊഴിഞ്ഞു പോകാതെ മാങ്ങയായി മാറണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അതായത് നമ്മൾ സൂഡോമോണസ് പ്രയോഗം നടത്തുകയും അതുപോലെ തന്നെ പൊടിഞ്ഞ ജൈവവളം ഒരു 10 കിലോ എങ്കിലും നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാവിലുണ്ടാവുന്ന മാങ്ങകളെല്ലാം പൊഴിഞ്ഞ് താഴെ വീഴാതെയും മാമ്പൂ പൊഴിഞ്ഞു പോകാതെയും നമുക്ക് മാങ്ങയായി കിട്ടും. മാത്രവുമല്ല നല്ല മുഴുത്ത മാങ്ങയായി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ മച്ചാമാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനിയും ഒരു പുതിയ അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.